നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഭൂഷണമാണോ? ഒരു കുലുക്കവുമില്ലാതെ നുണ പറഞ്ഞ് മുന്നേറാമെന്ന ആത്മവിശ്വാസം വി ഡി സതീശന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നുണ പറയുന്ന വി ഡി സതീശനെ രാഷ്ട്രീയമായും നൈതികമായും ധാർമ്മികമായും എങ്ങനെ കടന്നാക്രമിക്കണം എന്ന് നിർഭാഗ്യവശാൽ എന്തു ചെയ്യണമെന്ന പുസ്തകത്തിൽ സാക്ഷാൽ ലെനിൻ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാവും പ്രതിപക്ഷത്തിന്റെ ഈ നിഷ്ക്രിയത്വം എന്ന് സമാധാനിച്ച് നമുക്ക് വി ഡി സതീശന്റെ ഒരു നുണ കേൾക്കാം. നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്ട്, ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടാക്കിയ കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണത്രേ ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണം. ഈ പെരുങ്കള്ളം വി ഡി സതീശൻ മാത്രമല്ല പറഞ്ഞു നടക്കുന്നത്, നമ്മുടെ വൈദ്യുതി മന്ത്രി സാക്ഷാൽ സണ്ണി ജോസഫും ഈ പെരുങ്കള്ളം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആര്യാടൻ മുഹമ്മദ്, KC ജോസഫ് ഒക്കെ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു 4 രൂപ 29 പൈസയ്ക്ക്. ആ കരാർ പിന്നീട് വന്ന ഗവൺമെന്റ് ആ കരാർ റദ്ദാക്കി. അതിന്റെ അനന്തരഫലം, അതിന്റെ കെടുതികൾ ഇപ്പം നമ്മൾ വളരെ വിഷമകരമായിട്ട് അനുഭവിക്കുകയാണ്. ഇവരിത് ബോധപൂർവമാണോ പറഞ്ഞു നടക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചാലും ചിലപ്പോൾ മന്ത്രിമാർ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ വസ്തുത മറച്ചു വെച്ച് ഇവരെ ആരെങ്കിലും നുണക്കെണിയിൽ കുരുക്കിയതാണോ എന്നാണ് നാം ആദ്യം പരിശോധിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2023 സെപ്റ്റംബർ 14 ഇക്കാര്യം, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒപ്പുവെച്ച ദീർഘകാല കരാർ റദ്ദാക്കിയതിനെ കുറിച്ച് M. വിൻസെന്റും സംഘവും ഉന്നയിച്ച ചോദ്യത്തിന് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന K. കൃഷ്ണൻകുട്ടി പറഞ്ഞ മറുപടിയുടെ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. 2014-15 കാലയളവിൽ ഒപ്പുവെച്ച ദീർഘകരാറുകൾക്ക് അംഗീകാരം നൽകണമെന്ന് KSBL ആവശ്യം നിരസിച്ചുകൊണ്ട് 10/5/2003 സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. കേട്ടല്ലോ, ആ ദീർഘകാല കരാർ 2023 മെയ് 10 വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് മറുപടിയായി. ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ MLA മാർ. അന്നത്തെ ചോദ്യകർത്താക്കളിൽ ഒരാളായിരുന്നു സാക്ഷാൽ സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് അന്ന് K. കൃഷ്ണൻകുട്ടിയോട്, അന്നത്തെ വൈദ്യുതി മന്ത്രിയോട് ചോദിച്ച ഒരു വിഡ്ഢി ചോദ്യം കൂടി നമുക്ക് കേൾക്കാം. ദീർഘകാല കരാറുകൾ ഏകപക്ഷീയമായിട്ട് റദ്ദ് ചെയ്യുമ്പോൾ കരാർ കമ്പനികൾക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ സാധിക്കും. അത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. സണ്ണി വക്കീൽ ചോദിച്ചത് വിഡ്ഢി ചോദ്യമാണ്. പക്ഷെ ആ കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയെന്ന ബോധ്യത്തിൽ നിന്നാണ് സണ്ണി ജോസഫിന്റെ ഈ ചോദ്യം ഉയരുന്നത്. അപ്പോൾ LDF സർക്കാരല്ല, റെഗുലേറ്ററി കമ്മീഷനാണ് ഈ കരാർ റദ്ദാക്കിയത് എന്ന വിവരം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങളിൽ ഈ പച്ചക്കള്ളം, LDF സർക്കാരാണ് ആ കരാർ റദ്ദാക്കിയത് എന്ന പച്ചക്കള്ളം പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു നടക്കുന്നത്. ആര്യാടൻ മുഹമ്മദ്, KC ജോസഫ് ഒക്കെ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു 4 രൂപ 29 പൈസയ്ക്ക്. ആ കരാർ പിന്നീട് വന്ന ഗവൺമെന്റ് ആ കരാർ റദ്ദാക്കി. ഇനി അതേ ദിവസം സണ്ണി ജോസഫിന് പിന്നാലെ വൈദ്യുതി മന്ത്രിയോട് സംസാരിക്കാൻ എഴുന്നേറ്റ ആ നേതാവിനെ ഒന്ന് കാണൂ. ആരാണത്? സാക്ഷാൽ വി ഡി സതീശൻ. എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം ഇതായിരുന്നു. കേട്ടു നോക്കൂ. നേരത്തെ ഉണ്ടാക്കിയ ഒരു കരാർ, ദീർഘകാല കരാർ, റെഗുലേറ്ററി അതോറിറ്റി അത് റദ്ദാക്കി. നേരത്തെ ഉണ്ടാക്കിയ ഒരു കരാർ, ദീർഘകാല കരാർ, റെഗുലേറ്ററി അതോറിറ്റി അത് റദ്ദാക്കി. UDFന്റെ ദീർഘകാല കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയെന്ന് ഇതേ വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞ വീഡിയോയാണ് നാം ഇപ്പോൾ കണ്ടത്. ആ വി ഡി സതീശനാണ് ഒരു എളുപ്പമില്ലാതെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട്, ജനങ്ങളോട് ഈ വാചകം പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പുവെച്ച 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒപ്പുവെച്ച കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷനാണ് എന്നറിഞ്ഞു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും ഈ പെരുങ്കള്ളം നാടുനീളെ പറഞ്ഞു നടക്കുന്നത്. അവരെ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല, അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. ഈ കള്ളം മാത്രമാണോ ഇവർ പറഞ്ഞു നടക്കുന്നത്? ഇനി നമുക്ക് ആ കരാറിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 25 വർഷത്തേക്ക് 850 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് 2014. 450 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ 2014 മാർച്ച് 5 ആദ്യത്തെ ടെൻഡർ ക്ഷണിച്ചു. 400 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ 2014 ഏപ്രിൽ 25 രണ്ടാമത്തെ ടെൻഡറും ക്ഷണിച്ചു. ഈ 2 ടെൻഡർ പ്രകാരവും എന്ന് മുതൽ വൈദ്യുതി വാങ്ങാനാണ് KSEB തീരുമാനിച്ചത് എന്നും നാം അറിയണം. ആദ്യ ടെൻഡർ പ്രകാരം 450 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നത് 2016 ഡിസംബർ മുതലാണ്. രണ്ടാമത്തെ ടെൻഡർ പ്രകാരം
400 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നത് 2017 ഒക്ടോബർ മുതലാണ്. അതായത് 2-3 കൊല്ലം കഴിഞ്ഞുണ്ടാകുന്ന വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ദീർഘകാല കരാറിന് ഇറങ്ങി പുറപ്പെട്ടത്. അത്രയ്ക്ക് ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാരായിരുന്നു അതെന്ന് നമുക്ക് കരുതാം. അങ്ങനെ കരുതിക്കൊണ്ട് വി.ഡി. സതീശന്റെ ഈ വാചകം ഒന്ന് കേൾക്കൂ. ഒരു യൂണിറ്റിന് 4.29 നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു. 2016 ഡിസംബർ മുതൽ 450 മെഗാവാട്ട് വൈദ്യുതിയും 2017 ഒക്ടോബർ മുതൽ 400 മെഗാവാട്ട് വൈദ്യുതിയും വാങ്ങാൻ കരാറുണ്ടാക്കിയ ഉമ്മൻചാണ്ടി 2016 മെയ് മാസത്തിൽ അധികാരമൊഴിഞ്ഞു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു. ആ സർക്കാർ 1 കൊല്ലം ഈ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങിയിരുന്നു എന്നാണ് ഒരു എളുപ്പമില്ലാതെ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം തട്ടിവിട്ടത്. ഇങ്ങനെ നുണ പറയുന്ന ഒരു നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. ഇനി 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാറുകൾക്ക് റെഗുലേറ്ററി കമ്മീഷൻ കോടാലി വെച്ചത് ഈ 2023 മെയ് 10 ഉത്തരവിലാണോ? അല്ലേ അല്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ നിയമവിരുദ്ധമാണെന്ന് ആദ്യം പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ച ടി.എം. മനോഹരനാണ്. 2013 ഉമ്മൻചാണ്ടി സർക്കാർ ടി.എം. മനോഹരനെ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചത്. ഈ കരാറിന്റെ നിയമസാധുത പരിശോധിച്ച് 2016 ഓഗസ്റ്റ് 30 ടി.എം. മനോഹരൻ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ആദ്യമായി ഈ കരാർ നിയമവിരുദ്ധമാണെന്നും വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചത്. ആ ഉത്തരവാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 2003 ഇലക്ട്രിസിറ്റി ആക്ടിന്റെ ഏതേതെല്ലാം വ്യവസ്ഥകൾ ലംഘിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ കരാറുമായി മുന്നോട്ട് പോയതെന്ന് ആ ഉത്തരവിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. 1. വൈദ്യുതി വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളെല്ലാം ഈ 2 കരാറുകളുടെ കാര്യത്തിലും ഉമ്മൻചാണ്ടി സർക്കാർ ലംഘിച്ചു. 2. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വാങ്ങാതെയാണ് ഈ 2 കരാറും ഉമ്മൻചാണ്ടി സർക്കാർ ഉറപ്പിച്ചത്. ഈ 4.29 രൂപയുടെ കരാറെന്ന് വി.ഡി. സതീശൻ കൂടെ പറയുന്നുണ്ടല്ലോ. എത്ര കോടി രൂപയുടെ കച്ചവടമാണ് ഈ കരാറിലൂടെ KSEB അന്ന് ഉറപ്പിച്ചതെന്ന് ഈ ഉത്തരവിന്റെ ഒരു ഭാഗത്ത് ടി.എം. മനോഹരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1, 2, 5, 10, 100 കോടിയുടെ കച്ചവടമല്ല ഈ നിയമവിരുദ്ധ കരാറിലൂടെ ഉറപ്പിച്ചത്. 66,225 കോടിയുടെ കച്ചവടമാണ് ഒരു വ്യവസ്ഥയും ഒരു നിയമവും പാലിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയത്. 2016 2017 വൈദ്യുതി വാങ്ങാനുള്ള കരാറിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് 2014. കരാറിന് അംഗീകാരം നൽകി 2014 ഡിസംബർ 20 കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഈ കരാറിന് അനുമതി തേടി KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചത്. ഈ കരാറിന് അനുമതി നൽകിക്കൊണ്ട് കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി 2014 ഡിസംബർ 20. ആ ഉത്തരവ് പുറപ്പെടുവിച്ച് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ കരാറിന് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് നൽകിയത്. ടി.എം. മനോഹരൻ പുറപ്പെടുവിച്ച ഉത്തരവിലെ ആദ്യത്തെ പാരഗ്രാഫിൽ ഈ പ്രപ്പോസലിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: The commission had, after careful examination of the proposal submitted by KSEB Limited, found that it had not submitted the necessary and sufficient data and documents required for taking appropriate decision in the matter. ഇത് എഴുതി വെച്ച റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സാക്ഷാൽ ടി.എം. മനോഹരൻ. ആരാണ് ടി.എം. മനോഹരനെ നിയമിച്ചത്? ഉമ്മൻചാണ്ടി. വി.ഡി. സതീശൻ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന ഉമ്മൻചാണ്ടിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും ഈ കരാർ നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉമ്മൻചാണ്ടി നിയമിച്ച റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനാണ്. ഓർക്കുക, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1 യൂണിറ്റ് വൈദ്യുതി പോലും വാങ്ങാനല്ല ഈ കരാർ ഉണ്ടാക്കിയത്. 2016 ഡിസംബർ മുതലും 2017 ഒക്ടോബർ മുതലും 850 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് 2014 കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലാതെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ വൈദ്യുതി വാങ്ങൽ കരാറിന് അംഗീകാരം നൽകിയത്. ഇവിടെ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. ഈ കരാർ അപ്പാടെ നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവും വ്യവസ്ഥാവിരുദ്ധവുമായിരുന്നുവെങ്കിലും ആ കരാർ അപ്പാടെ റദ്ദാക്കുകയല്ല റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തത്. നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ 2 ടെൻഡറിലും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാഗ്ദാനം ചെയ്ത കമ്പനികളുമായുള്ള കരാറിന് കമ്മീഷൻ അംഗീകാരം നൽകി. 3 രൂപ 60 പൈസ നിരക്കിൽ 200 മെഗാവാട്ട് വൈദ്യുതി വാഗ്ദാനം ചെയ്ത ജിൻഡാൽ കമ്പനിയുമായിട്ടുള്ള കരാറിന്
കമ്മീഷൻ അപ്രൂവൽ നൽകി. ആ വൈദ്യുതി KSEB ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 രൂപ 29 പൈസ നിരക്കിൽ 100 മെഗാവാട്ട് വൈദ്യുതി നൽകാൻ തയ്യാറായ ഭാരത് അലൂമിനിയം കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിനും കമ്മീഷൻ അപ്രൂവൽ നൽകി. ആ വൈദ്യുതിയും KSEB ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 850 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് ഈ കരാറുകൾ ഉണ്ടാക്കിയത്. അതിൽ 300 മെഗാവാട്ട് വൈദ്യുതിയും ആ കരാർ പ്രകാരം ഇപ്പോഴും KSEB വാങ്ങുകയാണ്, നാം ഉപയോഗിക്കുകയാണ്. എന്നാൽ 565 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ജാബുവ, ജിൻഡാൽ പവർ, ഈസ്റ്റ് കോസ്റ്റ് പവർ ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി ഉണ്ടാക്കിയ കരാറിനാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നിഷേധിച്ചത്. TM മനോഹരന്റെ നേതൃത്വത്തിലുള്ള റെഗുലേറ്ററി കമ്മീഷൻ ആ കരാറുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാൻ പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് 2023 മെയ് 10 പുറപ്പെടുവിച്ച ഉത്തരവിലും എഴുതിയിട്ടുള്ളത്. പുതുതായി ഒരു കണ്ടെത്തലും റെഗുലേറ്ററി കമ്മീഷന്റെ ആ ഉത്തരവിൽ ഇല്ല. ഇനി 2023 മെയ് 10 റെഗുലേറ്ററി കമ്മീഷൻ ഈ ഉത്തരവ് റദ്ദാക്കിയപ്പോൾ കൈകെട്ടി വെറുതെ ഇരിക്കുകയാണോ അന്നത്തെ LDF സർക്കാർ ചെയ്തത്? അല്ല. 2003 ഇലക്ട്രിസിറ്റി ആക്ടിൽ 108 എന്നൊരു സെക്ഷൻ ഉണ്ട്. വൈദ്യുതി വാങ്ങുന്നതും വിൽക്കുന്നതിലുമൊക്കെ പൊതുജന താൽപര്യാർത്ഥമുള്ള നയങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെതാണ് അന്തിമ തീരുമാനം എന്നാണ് സെക്ഷൻ 108 പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവുകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം പ്രയോഗിച്ചുകൊണ്ട് 2023 ഒക്ടോബർ 10 സംസ്ഥാന സർക്കാർ റെഗുലേറ്ററി കമ്മീഷന് നിർദ്ദേശം നൽകി. 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ KSEB ഉണ്ടാക്കിയ 4 കരാറുകൾക്ക് അനുമതി നിഷേധിച്ച, അംഗീകാരം നിഷേധിച്ച റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുനഃപരിശോധിക്കണം, ആ കരാറിന് അനുമതി നൽകണം. ഇതായിരുന്നു 2023 ഒക്ടോബർ 10 സംസ്ഥാന സർക്കാർ റെഗുലേറ്ററി കമ്മീഷന് നൽകിയ കത്തിലെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിച്ചു. 565 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിന് KSEB ഉണ്ടാക്കിയ കരാറുകൾക്ക് അനുമതി നിഷേധിച്ച ഉത്തരവ് കമ്മീഷൻ റദ്ദാക്കി. 2023 ഡിസംബർ 1. അതായത് VD സതീശനും സണ്ണി ജോസഫും പറഞ്ഞു നടക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ 2014 തീരുമാനിച്ചത് 850 മെഗാവാട്ട് വൈദ്യുതി 25 വർഷത്തേക്ക് വാങ്ങാൻ. അതിൽ 300 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് ആദ്യം തന്നെ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകി. ബാക്കി 565 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് കമ്മീഷൻ അനുമതി നിഷേധിച്ചു. എന്നാൽ 2023 ഒക്ടോബർ 10 ഇലക്ട്രിസിറ്റി ആക്ടിലെ സെക്ഷൻ 108 അനുസരിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവും റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കി. പക്ഷെ കഥ അവിടെയും തീരുന്നില്ല. ദൃശ്യം 2 സായികുമാറിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഈ ക്ലൈമാക്സിന് ഒരു ടെയിൽ എൻഡ് കൂടിയുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ തങ്ങളുടെ ഉത്തരവ് റദ്ദാക്കിയതോടെ 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി നൽകാൻ ഈ കമ്പനികൾ നിർബന്ധിതരായി. എന്നാൽ ഈ കുറഞ്ഞ നിരക്കിൽ 25 വർഷത്തേക്ക് കേരളത്തിന് വൈദ്യുതി നൽകാൻ, കരാർ പ്രകാരം കേരളത്തിന് വൈദ്യുതി നൽകാൻ അവർക്ക് സമ്മതമായിരുന്നില്ല. കരാറിന് അനുമതി നൽകിയ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഈ കമ്പനികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇവിടെ നമുക്ക് സണ്ണി ജോസഫിന്റെ ആ പഴയ ചോദ്യം ഒന്നുകൂടി കേൾക്കാം. ദീർഘകാല കരാറുകൾ ഏകപക്ഷീയമായിട്ട് റദ്ദ് ചെയ്യുമ്പോൾ കരാർ കമ്പനികൾക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ സാധിക്കും. അത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. ഏകപക്ഷീയമായി കരാർ റദ്ദാക്കിയാൽ ഈ കമ്പനികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നായിരുന്നല്ലോ സണ്ണി വക്കീലിന്റെ വാദം. യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം തേടാനായിരുന്നില്ല ആ കമ്പനികളുടെ താല്പര്യം. കരാർ തുടരാൻ കമ്പനികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വൈദ്യുതി നൽകാൻ ഈ കമ്പനികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കരാർ റദ്ദാക്കിയത് ചൂണ്ടിക്കാണിച്ച് നഷ്ടപരിഹാരം തേടാനും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഈ കരാറിൽ നിന്ന് തടിയൂരുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇലക്ട്രിസിറ്റി ആക്ടിന്റെ സെക്ഷൻ 108 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശം ശിരസാ വഹിക്കാൻ റെഗുലേറ്ററി കമ്മീഷന് ബാധ്യതയില്ല എന്നായിരുന്നു സുപ്രീം കോടതിയിൽ ഈ കമ്പനികളുടെ വാദം. കമ്പനികളുടെ ഈ വാദം അംഗീകരിച്ച് 2024 സെപ്റ്റംബർ 30 സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചു. സുപ്രീം കോടതിയുടെ ആ വിധി പ്രകാരം 4 രൂപ 29 പൈസ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാൻ ജാംബുവ, ജിൻഡാൽ പവർ, ഈസ്റ്റ് കോസ്റ്റ് എനർജി എന്നീ കമ്പനികൾക്ക് നിലവിൽ യാതൊരു ബാധ്യതയും ഇല്ല. ഇനി നമുക്ക് VD സതീശന്റെ ഒരു വാചകം കൂടി കേൾക്കാം. ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെന്റിന്റെ പാർട്ടി ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, എഗ്രിമെന്റ് ഇല്ല. പെരും നുണയുടെ പൊന്നു തമ്പുരാനെ,
സുപ്രീം കോടതിയെ സമീപിച്ചാണ് 4 രൂപ 29 പൈസ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് താങ്കൾ പറയുന്ന ഈ കമ്പനികൾ തടിയൂരിയത്. എത്ര നുണകളാണ് ഈ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് നോക്കൂ. യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ LDF സർക്കാർ റദ്ദാക്കിയെന്ന പച്ചക്കള്ളം VD സതീശൻ പറഞ്ഞു. ആ കരാറിൽ പറഞ്ഞ നിരക്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ 1 കൊല്ലത്തേക്ക് വൈദ്യുതി വാങ്ങിയെന്ന പച്ചക്കള്ളം നമ്മുടെ മുഖ്യമന്ത്രി ഒരു എളുപ്പമില്ലാതെ പറഞ്ഞു. ആ കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷനാണെന്ന വസ്തുത ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. ഒടുവിൽ LDF സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് അങ്ങനെ റദ്ദാക്കിയ ഉത്തരവ് കമ്മീഷൻ പുനഃപരിശോധിച്ചു എന്ന വസ്തുത ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. റെഗുലേറ്ററി കമ്മീഷന്റെ ആ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയാണ് 4 രൂപ 29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് ഈ കമ്പനികൾ തടിയൂരിയത് എന്ന വസ്തുതയും VD സതീശൻ മറച്ചുവെച്ചു. നോക്കൂ, കേരള മുഖ്യമന്ത്രി VD സതീശൻ ഈ വൈദ്യുതി കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തോട് പറഞ്ഞത് നുണയാണ് എന്ന് വസ്തുതകൾ നിരത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എത്ര ശ്രമകരമായ ജോലിയാണ്. ഏതെല്ലാം രേഖകൾ തപ്പിപ്പിടിച്ച് വായിക്കണം, എത്ര പഴക്കമുള്ള നിയമസഭാ രേഖകൾ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഇത്രയും ആഴത്തിൽ ഒരു വാർത്താ വിശകലനം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം നടക്കുമ്പോൾ K കൃഷ്ണൻകുട്ടിയായിരുന്നു വൈദ്യുതി മന്ത്രി. 565 മെഗാവാട്ടിന്റെ വൈദ്യുതി വാങ്ങാനുള്ള കരാറിന് അനുമതി നിഷേധിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ K കൃഷ്ണൻകുട്ടിയായിരുന്നു വൈദ്യുതി മന്ത്രി. ആ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് സെക്ഷൻ 108 പ്രകാരം ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷന് മുമ്പിൽ സർക്കാർ കത്ത് നൽകുന്നത്. സർക്കാരിന്റെ ഈ ആവശ്യം പരിഗണിച്ച് കരാറുകൾക്ക് അനുമതി നിഷേധിച്ച ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കുമ്പോഴും K കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി. അത് കഴിഞ്ഞ് ഈ കമ്പനികൾ സുപ്രീം കോടതിയിൽ പോയി തങ്ങളുടെ ബാധ്യതയിൽ നിന്ന് തലയൂരുമ്പോഴും K കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി മന്ത്രി. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. VD സതീശനും സണ്ണി ജോസഫും പറഞ്ഞു നടക്കുന്നത് നുണയാണ് എന്ന് ഒരു തവണയെങ്കിലും ഈ വൈദ്യുതി മന്ത്രി ജനതാദളിന്റെ നേതാവ് കൃഷ്ണൻകുട്ടി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന VD സതീശൻ ഇതുപോലെ നുണ പറഞ്ഞു നടക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഏറ്റെടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം ഇതുവരെ സന്നദ്ധരായിട്ടുണ്ടോ? VD സതീശൻ പറയുന്നത് നുണയാണെന്ന് തുറന്നടിച്ചു തന്നെ അദ്ദേഹത്തെ തുറന്നു കാണിക്കാൻ എന്റെ അറിവിൽ P രാജീവ് അല്ലാതെ മറ്റൊരു പ്രതിപക്ഷ നേതാവും ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ലക്ഷ്യം വെച്ചിട്ടാണ് VD സതീശൻ ഈ നുണ എത്രയും പറഞ്ഞു നടക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് നേരെയുള്ള നുണപ്രചരണം അവസാനിപ്പിക്കും വിധം മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യാക്രമണത്തിന് പ്രതിപക്ഷത്തിനും ഒരു താല്പര്യവുമില്ല. അതിനാൽ തന്നെ നുണ പറയുന്ന ഈ ശൈലി തിരുത്താൻ VD സതീശൻ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് ഇത്തരം വിശകലന വീഡിയോകൾ അനാവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്കാണ് ന്യൂസ് ബുള്ളറ്റ് കേരള എത്തിച്ചേരുന്നത്. ഇത് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ നുണ പറയുന്ന ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് നാടിന് അപമാനമാണെന്ന തിരിച്ചറിവിലേക്ക് കേരളത്തിലെ പാറ്റകളെങ്കിലും ഉണരുന്നൊരു കാലം വിദൂരമാണോ എന്ന ചോദ്യമാണ് ന്യൂസ് ബുള്ളറ്റ് കേരള പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. നന്ദി, വീണ്ടും കാണാം.